കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നിങ്ങളൊപ്പം ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം ഒരുക്കിയ വഴികൾക്കായി ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ദേവദാസൻ പറഞ്ഞ പോലെ ഞാൻ ആ ചർച്ചിൽ വന്നിട്ടുണ്ട്. 2022 മെട്രോ ചർച്ചിൽ ഞാൻ ലോഡ്സ് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പാസ്റ്ററെ കണ്ടിട്ടുണ്ട്. സൗണ്ട് കൂടണേ, ഓഡിയോ സൗണ്ട്. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ട് ചാ? ആമേൻ. ഞാൻ ആ 2022 മെട്രോ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ ലോഡ്സ് ഞാനും പാസ്റ്റർ സതീഷിനെ അടിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ വൈകിയ സമയം കർത്താവിനെ ഉയർത്താം. അവൻ്റെ നാമത്തെ നമുക്ക് പാടി ആരാധിക്കാം. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു ഇപ്പം? ആമേൻ, 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 ആമേൻ. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 11ാം ദിവസം കർത്താവ് ഞങ്ങളങ്ങനെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അല്പസമയം ആദരങ്ങളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോടിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We worship you, we worship you, we worship you. ആദരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചോടിക്കുന്നുണ്ട്. We worship you. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിക്കട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദരങ്ങളെ തുറന്ന് We worship you. പരിശുദ്ധനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ആരാധന അങ്ങേക്ക് ആരാധന, എൻ ദൈവമേ അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, എൻ യേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന
അങ്ങയിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. എൻ്റെ സർവ്വസ്വം അങ്ങേപ്പോലെ ചേർന്ന് അങ്ങേപ്പോലെ ദൈവമേ അരുളി ലോകേ. അങ്ങയിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ. ദാവീദ് 34-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മളിങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാര്യത്തിലും വാഴ്ത്തും, കർത്താവിന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ.
കർത്താവിന് വലിയ കൃപയൊന്നും മാത്രം. ആമേൻ. നമ്മുടെ എല്ലാ കാലത്തും കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ സ്തുതിക്കും. ആമേൻ. സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു പഴയ ഗാനം പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാം. ശലം ഞാൻ യഹോവയെ എല്ലാ നാളിലും സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സ് ചേർന്ന് ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സും പ്രിയനി, എൻ്റെ മനസ്സും പ്രിയനിയാനും തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി ആയവർ എല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി ആയവർ മുഖം എല്ലും ലജ്ജിക്കയില്ല. ആമേൻ. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ്, എൻ്റെ മനസ്സും പ്രിയനിയാൻ എൻ്റെ മനസ്സും പ്രിയനിൽ. യാഹ് നല്ലവൻ അതെ ആസ്വദിച്ചറിയും, തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. യാഹ് നല്ലവൻ അത് ആശ്രയിച്ചറിയും, തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സും പ്രിയനിയാൻ എൻ്റെ മനസ്സും പ്രിയനിയാൻ ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി, തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി, തൻ സ്തുതി എപ്പോഴും മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം കൂടെയുണ്ടെന്നും. മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ആശ്വാസം കൂടെയുണ്ടെന്നും. ആമേൻ. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് എൻ്റെ മനസ്സ് പ്രിയനിയാൻ എൻ്റെ മനസ്സ് പ്രിയനി. ലോകത്തിൽ പ്രഭുക്കളിൽ ഞാൻ ആശ്രയിക്കില്ല, എൻ ദൈവം എന്നാശ്രയം അതത്ര ഉത്തമം. ലോകത്തിൽ പ്രഭുക്കളിൽ ഞാൻ ആശ്രയിക്കില്ല, എൻ ദൈവം എന്നാശ്രയം അതത്ര ഉത്തമം. ആമേൻ. എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സ് പ്രിയനിയാൻ എൻ്റെ മനസ്സ് പ്രിയനിൽ. ചേർന്ന് എൻ്റെ ഉള്ളം യാഹ് പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹ് എൻ്റെ മനസ്സ് പ്രിയനിയാൻ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ we worship you. അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. ചേർന്ന് അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ
എൻ ജീവനെ നീ വലിയതാണെനിക്ക്. എൻ ജീവനെ എൻ ജീവനെ നീ വലിയതാണെനിക്ക്. ചേർന്ന ആരാധന എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. ചേർന്ന് പാടിക്ക്. എന്നെ എണ്ണി സ്തുതിക്കുവാൻ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത ഇന്നയോളം തൻഭുജത്താ നമ്മെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജ
നാമമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ചുരുങ്ങിയ സമയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ലോഡ്സിൽ ഞാനും വലിയൊരു ആക്സിഡൻറ്റിൽ കൂടി കടന്നുപോയി. മരണമല്ല മറ്റൊരു സ്റ്റേജ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യയിലായിരിക്കുന്നത്. നമ്മൾ പാടിയതുപോലെ ശത്രു നമ്മളെ തകർക്കാൻ നോക്കിയ സ്ഥാനത്ത് ജീവനോടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ച ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയും. അന്ന് ആക്സിഡൻറ്റിന് ശേഷം ഏകദേശം എൻ്റെ ശരീരത്ത് 9 ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ ആക്സിഡൻറ്റിന് ശേഷം ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ ശരീരത്ത് ആദ്യത്തെ 3 സർജറി ചെയ്തു. എൻ്റെ സർജറി ചെയ്ത ശേഷവും ഞാൻ ഫുൾ കട്ടിലെ കിടപ്പ് തന്നെയായിരുന്നു. ആ കട്ടിലെ കിടന്ന കിടപ്പിൽ തന്നെയാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നൊന്നുണ്ടായില്ല. പിന്നീട് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് ഡോക്ടർ ജെപ്സിൻ മാലിയിൽ, ഡാളസിലുള്ളത്. ചേച്ചി പറഞ്ഞു, ഇതുപോലെ ടോംസിൻ്റെ കൈ കാലൊന്നും അനങ്ങുന്നില്ല, എന്താ പ്രശ്നം എന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നെ പിടിച്ച് കട്ടിലിൽ ഇരുത്താനൊക്കെ ശ്രമിച്ച സമയത്തല്ല ഞാനിങ്ങനെ പുറകോട്ട് വീണ് പോവായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ. അന്നേരം ഞങ്ങൾ ഇവിടെ അങ്കമാലി, എൻ്റെ വീട് അങ്കമാലിലാണ്. എൻ്റെ അടുത്തുള്ള ആലുവയിലുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു. അന്നേരം ഡോക്ടർ ഒന്നും പറയുന്നില്ല. ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എവിടെയാണ് സർജറി ചെയ്തേ, ആ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ കാര്യം പറയാൻ പറഞ്ഞു. കുറേ വട്ടം എൻ്റെ വൈഫ് ഡോക്ടറിനോട് കുറേ വട്ടം ചോദിച്ചുകൊണ്ടിരുന്നു എന്താ സംഭവിച്ചത്. അന്നേരമാണ് എൻ്റെ ആദ്യ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്ത സർജറിയിൽ എൻ്റെ ഹിപ്പിന് ചെയ്ത സർജറി ഡോക്ടർ പറഞ്ഞു ആ ഹിപ്പിന് ചെയ്തേക്കുന്ന സർജറി കംപ്ലീറ്റ് ഫെയിലിയറാന്ന് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നീട് കേരളത്തിലുള്ള മറ്റെല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾ തിരക്കി. ഒരു റിവിഷൻ സർജറിക്ക് ഒരു ഡോക്ടേഴ്സും തയ്യാറായില്ല. എറണാകുളത്തിലെ പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ തിരക്കി. ലാസ്റ്റ് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് കിട്ടി. അവിടുത്തെ ഡോക്ടറായിട്ട് ഞാൻ വീഡിയോ കോളിൽ കൂടെ സംസാരിച്ചു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. എന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. എൻ്റെ ഹിപ്പിനുള്ള സർജറി, റിവിഷൻ സർജറി ചെയ്തു. അതിനു മുമ്പ് ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ ചോദിച്ചു, ടോംസിനൊന്ന് ഇരിക്കണമെങ്കിൽ എത്ര നാൾ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ ആദ്യം ഒന്ന് ചിരിച്ചു. എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അതിന് ശേഷം എൻ്റെ വൈഫിനെ ചോദിച്ചു, അങ്ങനെയാണ് ടോംസൺ ഒന്ന് നടക്കണമെങ്കിൽ എത്ര നാൾ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 18 മാസം കഴിയാതെ ടോംസൺ ഇനി ഇരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ സർജറി ചെയ്തു. സർജറി കഴിഞ്ഞ് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ കട്ടിലിരുന്നു. അതിനുശേഷം എൻ്റെ റൈറ്റ് ലെഗ് ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കാല് തളർന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് എനിക്കാണെങ്കിൽ എത്രയും നാൾ ഓടിച്ചാടി നടന്ന്, എത്ര നാൾ മീറ്റിങ്ങിനൊക്കെ പോയി പലയിടത്തും ഓടിച്ചാടി നടന്ന സമയം ഉണ്ടായിരുന്നു. എനിക്കൊരു നിമിഷം ഞാൻ ഒരു വലിയൊരു ഡിപ്രഷനിലേക്ക് കടന്നുപോയി. പലപ്പോഴും എനിക്ക് എൻ്റെ ചിന്തയിൽ ആക്സിഡൻറ്റിൽ അങ്ങ് മരിച്ചു പോയാൽ മതി ഇതുവരെ ചിന്തിച്ചു പോയ സമയങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്ര ഒരു വലിയ ഡിപ്രഷൻ കൂടെ ഞാൻ കടന്നുപോയി. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്.
ഉറങ്ങാൻ സാധിക്കത്തില്ല. പല രാത്രികളിൽ ഞാൻ ഉറക്കാൻ ശ്രമിക്കുമെങ്കിലും ഭയങ്കര എന്താ പറയുക, വലിയ സ്വപ്നങ്ങൾ, ഭീകര സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും. എനിക്കറിയത്തില്ല എത്ര പേർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ ഡിപ്രഷൻ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വിടുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ആ സ്റ്റേജിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഉറക്കം വേണം, എനിക്ക് ഉറക്കം തരണമെന്ന് ഞാൻ വാവിട്ട് അറിയാൻ തുടങ്ങി. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അന്ന് രാത്രി ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഉറക്കം, എൻ്റെ ആവശ്യം അതാണ്. മറ്റെന്തിനേക്കാളും എനിക്കെൻ്റെ ആവശ്യം എനിക്ക് ഉറങ്ങണം. അന്ന് പ്രാർത്ഥിച്ച രാത്രി ഞാൻ റൂമിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നു. എല്ലാം എൻ്റെ റൂമിൽ ബാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു വലിയ സമാധാനം തോന്നുകയാണ്. അതിനുശേഷം ഞാനിങ്ങനെ വലിയ ശബ്ദം കേൾക്കുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. ബൈബിളി വാക്യമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ വിരമിച്ച് നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും. ഈ വചനം ഞാനിങ്ങനെ കേട്ടു. അന്ന് രാത്രി ഞാൻ സുഖമായി കിടന്ന് ഉറക്കി. അന്ന് രാത്രി എൻ്റെ കർത്താവ് എൻ്റെ ഡിപ്രഷനെ എടുത്തു മാറ്റി. അതിൻ്റെ ശേഷം എൻ്റെ റൈറ്റിലേക്ക് അനങ്ങത്തില്ലായിരുന്നു. എൻ്റെ പിതാവ് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ ബാബു ജോർജ് എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്. എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടിലെ കിടന്ന സമയത്തെല്ലാം സൂമൊക്കെ ഓണാക്കി വെച്ചിട്ട് അവിടുത്തെ ആരാധനയൊക്കെ കണ്ടാണ് ആരാധന കണ്ടുകൊണ്ട് ഞാൻ അവിടെ കിടക്കും. അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു, ടോംസിന് ദൈവത്വത്തോളമൊക്കെ വിടുതൽ നൽകി, ടോംസൻ്റെ റൈറ്റ് ലെഗ് അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ എനിക്ക് നെർവ് കട്ടായതുകൊണ്ട് എൻ്റെ കാലിന് ചലനം ഉണ്ടായിരുന്നില്ല. എൻ്റെ വൈഫ് ഒരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾ കരങ്ങളെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വൈഫ് പറഞ്ഞു, നമുക്ക് ഇന്ന് തെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പുറത്ത് വീണ്ടും അപ്പുറം ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ടോംസിൻ്റെ എല്ലാ ഇതിൽ നിന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാം. അന്ന് ആ സൺഡേ മോർണിംഗ് വൈഫ് പറഞ്ഞു, നമുക്കൊന്ന് തെറാപ്പി ചെയ്ത് തുടങ്ങാം. ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം തെറാപ്പി ചെയ്ത് തുടങ്ങി. വലിയൊന്നും അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കറിയത്തില്ല, എൻ്റെ കാല് അന്ന് ഒരൊറ്റ പൊങ്ങങ്ങ് പൊങ്ങി. ദൈവം വലിയ അത്ഭുതങ്ങളെയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഇതിന് ശേഷമായിരുന്നു ഇതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് US-ലേക്കാണ്, അമേരിക്കയിലേക്കാണ് ആദ്യം ഞങ്ങൾ കടന്നു വന്നത്. അവിടെ എത്തി പലരും ചോദിച്ചു, ഇത്ര മണിക്കൂർ എങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തി. പക്ഷെ വലിയ കരുതലെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹമല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധി ജീവനോടെ ആയിരിക്കുന്ന കർത്താവിന്റെ വലിയ കൃപയാണ്. ആ കർത്താവ് തലമുറയായ നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരി. നീ മയങ്ങുകില്ല, ഇസ്രായേലിൻ പരി. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതി
വാനത്തിനും മീരെ കരങ്ങളെ സ്വർഗത്തിലെ ഉയർത്തിപ്പിടിച്ച് യാഹേ അങ്ങെന്നും എൻ ദൈവം തലമുറ തലമുറയായ യാഹേ യാഹേ അങ്ങെന്റെ സങ്കേതം തലമുറ തലമുറയാ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ താൻ നീ മയങ്ങുകില്ല ഓ ഒരിക്കൽ കൂടി യാഹേ ആമേൻ. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ദൈവം അത് നന്മയ്ക്കായി ചെയ്യുന്നു. റോമാലേഖനം 8:28 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. പിതാവേ കർത്താവ്, ഞങ്ങൾ ബലഹീന പാത്രങ്ങളാണ് കർത്താവേ, ഞങ്ങൾ ഉടഞ്ഞ പാത്രങ്ങളാണ് കർത്താവേ. അപ്പം അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ നടത്തുന്നത്. അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ വലിയക്കായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ, ഞങ്ങൾക്ക് പുകഴുവാൻ കർത്താവേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അങ്ങിൽ മാത്രമാണ് കർത്താവ്, അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു പിതാവേ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത്. കർത്താവെ, അവരുടെ വിഷയങ്ങൾ എന്തെന്ന് ഞാൻ അറിയുന്നില്ല കർത്താവെ. വിവിധമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് കർത്താവെ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഡിപ്രഷൻ്റെ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സൗഖ്യത്തെ ഈ പകലിൽ ഞാൻ അയക്കുന്നു കർത്താവ്. വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നീ അവർക്ക് കൊടുക്കണമേ. വലിയൊരു സമാധാനം കർത്താവ് നീ അവർക്ക് കൊടുക്കണമേ. കർത്താവ്, ഞങ്ങൾ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു, ഞങ്ങൾ തന്നെ മുറ്റുമായി താഴ്ത്തുന്നു കർത്താവ്. തുടർന്നും കർത്താവ് അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൻ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ തിരുവചനം നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുവാൻ എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കറിയുന്ന പലരും, പല മുഖങ്ങളുടെ ഉണ്ട്, മറിയാം ആൻറ്റി, അതുപോലെ മറ്റു പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 14 വർഷത്തിലധികമായി ജമ്മു കാശ്മീരിന്റെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നു. കർത്താവിന് തന്ന ഒരു ദർശന പ്രകാരമാണ് ഞാനിവിടെ എത്തിയത്. 2005 ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് ചില അക്ഷരങ്ങൾ കാണിച്ചു. ഉദംപൂർ എന്നുള്ള അക്ഷരങ്ങൾ ഞാനത് എഴുതി വെച്ചു. ഇന്ത്യയുടെ മാപ്പിൽ കണ്ടെത്തി. 2010 ഞാൻ ഇവിടെ എത്തി. മലയാള ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇംഗ്ലീഷ് പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ
കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ നിലയിലും മാറ്റം വരുത്തുവാനിടയായി തീർന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനേക തരത്തിലുള്ള പ്രവർത്തികളെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ദൈവത്തിന് ചില പ്രത്യേക ഒരു പ്രോസസ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ മാർച്ച് മാസം കഴിയുന്ന അവസരത്തിൽ എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റോടുകൂടെ ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥന വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി ഒത്തിരി അധികം ആഗ്രഹത്തോടെ നിൽക്കും. ഈ മാർച്ച് മാസം 19-ാം തീയതി ഇന്ത്യ മൊത്തം വ്യാപകമായി ഒരു പ്രേയർ നടക്കുന്നുണ്ടായിരുന്നു. 100 മണിക്കൂറുള്ള പ്രാർത്ഥന. ഞാനും വളരെ ആവേശത്തോടുകൂടി പ്രാർത്ഥനയിൽ ഞങ്ങൾ നടത്തുവാൻ താല്പര്യപ്പെട്ടു. ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കർത്താവിന്റെ നാമത്തെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ ഈ ദേശത്ത് കടന്നു വന്നു. ഏകദേശം 10-40ഓളം. നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, RSSകാർ, BJPക്കാരൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ കടന്നു വന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി അവര് ഒത്തിരി ജയ് വിളിക്കാനിടയായി തീർന്നു. അവരുടെ ദേവന്മാരുടെ നാമം പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല, എന്നെ തല്ലി തകർക്കണം എന്നുള്ള ആവേശത്തോടു കൂടി ആയിരുന്നവരായിരുന്നത്. അവരേകദേശം 40 പേരടങ്ങുന്ന ഒരു ടീം ഒരു പെറ്റീഷനൊക്കെ സൈൻ ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം, ജയിലിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവർ കടന്നു വന്നത്. അപ്പോൾ ഈ ആവേശം, പ്രത്യേകിച്ച് യുവജനങ്ങളാണല്ലോ, അവർക്ക് ഒത്തിരി എന്താ പറയുക, അവരെ ആരാണ് എന്താണെന്ന് നോക്കാൻ. ആ സമയത്ത് എൻ്റെ വൈഫ് 3ാമത് ഗർഭിണിയായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട്. ഈ അവസരത്തിൽ ഒത്തിരിയധികം ഞാൻ ഭയപ്പെട്ടു. മറ്റൊന്നുമല്ല, എനിക്ക് ജയിലിൽ പോകാനോ ശിക്ഷ അനുഭവിക്കാനോ ഒന്നും പേടിയില്ല. പക്ഷേ ഈ നിറവയറോടിരിക്കുന്ന ഭാര്യയെ, കൊച്ചു കുഞ്ഞുങ്ങളെയും എന്താ പറയുക, അവരെ വിട്ട് പിരിയുന്ന ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരെത്തി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയമായാലും ദൈവം അറിയാതെ ഒന്നും വരുന്നില്ല. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റ് പുതിയ നിലകളിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന അനുഭവം വരെ ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടായ്മയുണ്ട്. ഏകദേശം 10, 30, 40ഓളം ആൾക്കാർ ആ സമയത്ത് കടന്നു വരും. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കടന്നുപോയ അനുഭവത്തിന് ശേഷമുള്ള ഒരു പുതിയ ഫേസ് ആയിരുന്നു ഞങ്ങളുടെ മിനിസ്ട്രിയിൽ. ഇനി പോലീസ് സ്റ്റേഷന്റെ അനുഭവം പറയാം. ഞാൻ അവിടെ പോയ അവസരത്തിൽ തന്നെ പല പോലീസുകാരും എന്നെ അറിയുന്ന ആൾക്കാര്, അവര് പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളാണല്ലോ. കാരണം ഇതിൽ പല ആൾക്കാരും ഈ കൊറോണ സമയത്ത് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ളവരാ. കാരണം അന്ന് ഹോട്ടലുകളില്ല, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പൊ ഈ വന്ന ആൾക്കാരല്ല എന്നെ കണ്ടിട്ട് പോയി പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ പോയവരെല്ലാം പോലീസ് സ്റ്റേഷനിലെ മേധാവിയുടെ അടുക്കൽ പോയി എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാനിടയായി തീർന്നു. ആ പുള്ളിക്ക് എന്നോട് അനുകമ്പ തോന്നി. മാത്രമല്ല, അനേക ആൾക്കാർ ഇതിന്റെ മധ്യ ഇടപെട്ടു. എനിക്കൊന്നും അറിയാതെ ഞാൻ അവിടെ ഇരിക്കുക, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. 6-7 മണിക്കൂർ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പേരിലൊരു കേസ് ഫയൽ ചെയ്യുകയോ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭ്യമായി. ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞൊരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾ ആരാധന നടത്തുന്ന ഓഡിറ്റോറിയം ഒക്കെ ഞങ്ങൾക്ക് അറിയാം, ഇനി ആരാധന നടത്താൻ സമ്മതിക്കത്തില്ല. എന്നാൽ നോക്കണമേ, ഞാൻ അന്നേ ദിവസം ആ ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധന നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പലരും ഞങ്ങളെ ത്രട്ടൺ ചെയ്യുക. ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കാര്യം, ആർക്കെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ ഞങ്ങളെ കൈവച്ചിട്ട് അകത്ത് വരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ആരാധന തുടർന്ന് പൊക്കോളാൻ പറഞ്ഞു. ഒരു ഹിന്ദുവായ ഒരു സഹോദരിയാ, പക്ഷേ അവരുടെ പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ ആരാധന തുടർന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം,
30-40 പേർ കൂടിക്കൊണ്ടിരുന്ന ഈ ആരാധന ഇന്ന് 100-ലധികം ആൾക്കാരായി മാറുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങളുടെ മധ്യ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനത്തിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച്. ദൈവം നമുക്ക് ഏതെല്ലാം നിലകളിൽ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്, ആ പ്രൊട്ടക്ഷൻ വിട്ടുമാറി എന്തൊക്കെ സംഭവിക്കും, എല്ലാവരും ഈ പ്രൊട്ടക്ഷന്റെ അനുഭവത്തിലാണോ എന്നൊക്കെ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഏതെല്ലാം നിലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നൊരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 9-10 വാക്യങ്ങൾ. സാത്താന്റെ ഒരു ചോദ്യവും സാത്താനോട് ദൈവത്തിനുള്ള അതായത് സാത്താൻ ദൈവത്തോട് പറയുന്ന ചില മറുപടിയും ഒക്കെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത്, അതിന് സാത്താൻ ദൈവത്തോട്, യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാകാം. ഇവിടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ബൈബിൾ പറയുന്ന ഒരു പദം ശ്രദ്ധിച്ചോണേ. യു ഹാവ് ഓൾവേസ് പുട്ട് എ വാൾ ഓഫ് പ്രൊട്ടക്ഷൻ അറൌണ്ട് ഹിം ആൻഡ് ഹിസ് ഹോം ആൻഡ് ഹിസ് പ്രോപ്പർട്ടി. യു ഹാവ് മേഡ് ഹിം പ്രോസ്പർ ഇൻ എവറിത്തിങ് ഹി ഡസ്. ലുക്ക് ഹൗ റിച്ച് ഹി ഈസ്. 3 തരത്തിലുള്ള വേലികൾ ഒരു ദൈവഭക്തന് വേണ്ടിയിട്ട് ദൈവം കരുതിയിട്ടുള്ള വേലികളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്നെ ഇപ്രകാരം, കർത്താവും പിശാചും തമ്മിൽ ഒരു വാഗ്വാദം നടക്കുന്ന അവസരം പിശാച് തന്റെ വായ് കൊണ്ട് തുറന്നു പറയുക, നീ 3 പ്രൊട്ടക്ഷൻ അവന് വേണ്ടി വച്ചിട്ടുള്ളത് കൊണ്ടാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നത്. 1-ാമത്തെ പ്രൊട്ടക്ഷൻ, ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭവനത്തിന് അവന് ചുറ്റുമുള്ള വേലി. ഇപ്പോൾ ഒരു വ്യക്തി നിൽക്കുകയാണ്, അവന്റെ ചുറ്റിലും ഒരു വേലി. 2-ാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭവനത്തിന് ചുറ്റിലും ഉള്ള ഒരു വേലി. 3-ാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള വസ്തുവകകൾ, അവനുള്ള ധനസമ്പത്ത് സകലത്തിനും ചുറ്റിലുമുള്ള വേലി. അപ്പോൾ ദൈവപൈതലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഏതെല്ലാം നിലകളിലുണ്ട്? ഒന്ന്, എനിക്ക് ചുറ്റിലും; മറ്റൊന്ന്, എൻ്റെ ഭവനത്തിന് ചുറ്റിലും; 3-ാമത്, എൻ്റെ വസ്തുവകകൾ, പ്രോപ്പർട്ടി എന്തെല്ലാം എനിക്കുണ്ടോ അതിന് ചുറ്റിലും ഉള്ള വേലി. നാം പലപ്പോഴും സുരക്ഷിതരായിരിക്കുവാൻ കാരണം എന്താണ്? നാം പലപ്പോഴും ഈ ദൈവിക കൃപ അനുഭവിക്കുവാൻ കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ വേലികൾ കൊണ്ടാണ്. പലപ്പോഴും പല തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലപ്പോഴും പല അതിര് വിട്ട് നാം യാത്ര ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ ഒരുപക്ഷെ നമുക്ക് അപകടം സംഭവിക്കാമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കൂടി വരാമായിരുന്നു. പക്ഷെ അതിനൊന്നും ഇടവരാതെ നമ്മുടെ ജീവിതത്തിൽ നാം സുരക്ഷിതരായിരുന്നതിന്റെ കാരണം നമുക്കുണ്ടായ ഈ വേലികളാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇയ്യോബിനും ദൈവത്തിനും പിശാചിനും മധ്യേ നോക്കൂ, ഇയ്യോബ് നടുവിൽ നിൽക്കുന്നു. പിശാച് ഒരു സൈഡില്, ദൈവം ഒരു സൈഡില്. ഇയ്യോബിന് വേണ്ടിയിട്ടുള്ള വാദം, ഇയ്യോബിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്. പലപ്പോഴും ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെക്കുവാൻ പിശാച് ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും ദൈവം അവനെ അനുവദിച്ചില്ല. ദൈവം അവനെ അപായപ്പെടുത്തുവാൻ അനുവാദം കൊടുത്തില്ല. ആയത് കാരണം ഇയ്യോബ് സുരക്ഷിതനായിരുന്നു.
എന്നാൽ ഇപ്പോൾ പിശാച് നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുക. എന്തിനാണെന്നറിയാവോ? ദൈവത്തോട് ഫൈറ്റ് ചെയ്ത് എനിക്ക് ഇവന്റെ അവകാശം ഏറ്റെടുക്കണം. നോക്കൂ, ആ വാഗ്വാദത്തിന് അവസാനം നമുക്കറിയാം, ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക. നോക്കൂ, ദൈവം ചിലരുടെ ജീവിതമൊക്കെ പിശാചിന് അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരൊക്കെ പറയും, ഓ എനിക്ക് ഒരു കുഴപ്പമില്ല, നാടേ ആ കുടുംബത്തിലെ ആൾക്കാരെ നോക്കിയേ, എന്നും പ്രശ്നം. അവിടെ നോക്കണമേ, എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള യുദ്ധമാ. നാം അവരെ കുറച്ച് കണ്ടിട്ട് നമ്മൾ എന്തോ ഭയങ്കര ഭക്തരാണെന്ന് നടിക്കാറുണ്ട്. ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഭയങ്കര കൃപയുള്ള വ്യക്തിയാ, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, എന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഭയങ്കര സംഭവം കണ്ടിട്ടാ ദൈവം എന്നെ എങ്ങ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നേ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നമാ, അതെന്തോ പാപം ചെയ്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഇങ്ങനെ വിലയിരുത്താറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മറിച്ചൊന്ന് പറയട്ടെ. ചിലരെയൊക്കെ കർത്താവ് ഇയ്യോബ് നിലനിൽക്കുമെന്ന് വിശ്വസിച്ചതുപോലെ ചിലരുടെ മേലൊക്കെ ദൈവത്തിന്റെ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ മക്കൾ ഇപ്പോൾ വർഷിപ്പ് ലീഡിയെ പ്രിയ കർത്താവിന്റെ ദാസനെ ഒരു ആക്സിഡന്റിലൂടെ കടന്നുപോയ അനുഭവം നാം കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു, താൻ ആക്സിഡന്റ് മുൻപുള്ള അനുഭവത്തെക്കാൾ കർത്താവിൽ ശക്തമേറിയ തരത്തിൽ ഇപ്പോഴായിരിക്കാം പ്രയോജനപ്പെടുന്നത്. കാരണം തന്നെ പൊന്നുപോലെ ആക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നിരിക്കണം ഇപ്രകാരം ഒരു ബുദ്ധിമുട്ടിലൂടെ താൻ കടന്നുപോയത്. താൻ ഇന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ, താൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, താൻ ഇന്ന് ആരാധന നടത്തുമ്പോൾ ആകുന്ന ആ ഒരു അനുഭവം ഒരുപക്ഷെ മുൻപുണ്ടായിരുന്നതിലും വളരെ ശക്തമായിരിക്കും. നോക്കണമേ, ഒരു വ്യക്തിയെ ഏതെല്ലാം നിലകളിലൂടെ കടത്തിവിടണമെന്ന് ദൈവത്തിനറിയാം. ആ വിഷയങ്ങളിലൂടെ കടത്തിവിടുമ്പോഴാണ് ഒരു പുതിയ ഒരു തലത്തിലേക്ക് താൻ എത്തിച്ചേരുന്നത്. നോക്കൂ, നമ്മുടെ വേലികൾ പൊളിക്കപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന ഈ അനുഭവം ഒന്ന് മനസ്സിലാക്കണം. നമുക്കുണ്ടാകുന്ന പ്രൊട്ടക്ഷനിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടം നമുക്ക് വരാം. നോക്കൂ, നമ്മൾ ഇയ്യോബിന്റെ ലൈഫിലേക്ക് കടന്നുപോയാൽ ഞാൻ പുറത്തു നിന്ന് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഔട്ടർ ലെയർ പ്രൊട്ടക്ഷൻ ദൈവം പൊളിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഏറ്റവും പുറത്തുള്ള വേലി ദൈവം പൊളിച്ചു കൊടുത്തു. ആ പ്രൊട്ടക്ഷൻ പൊളിച്ചപ്പോൾ സംഭവിച്ച കാര്യം, താൻ എന്തെല്ലാം നേടിയോ. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും 7000 ആടും 3000 ഒട്ടകം 500 ഏർകാള 500 പെൺകഴുത, ഇപ്രകാരം വലിയ ഒരു ധനസമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു ഇയ്യോബ്. എന്നാൽ നോക്കുമേ, തന്റെ ഔട്ടർ ലെയർ പ്രൊട്ടക്ഷൻ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ആ പ്രൊട്ടക്ഷനെയും കടന്നുകൊണ്ട് പിശാചകത്ത് കയറി സകലത്തിനെ നശിപ്പിക്കുക. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തല്ല നശിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? ഒറ്റ ദിവസം കൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നാം ഒരുപക്ഷെ തകർന്നു പോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ പലതിനെയും പല വേലികളെയും ദൈവം പൊളിക്കാതെ വച്ചിരിക്കുന്നത്. നമുക്കൊരു പേര് ഇട്ട് വിളിക്കാറുണ്ട് നാം, കൃപ. അതെ, കൃപ പെരുകിയത് കൊണ്ടാണ് നാം സുരക്ഷിതരായിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇല്ലാതിരുന്നെങ്കിൽ അധ്വാനിച്ചു കൂട്ടിയതും നാം സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയേനെ. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് അതിന്റെ മേലെല്ലാം ഒരു ദൈവത്തിന്റെ ഒരു നോട്ടം അതിന്റെ മേലുണ്ടായിരുന്നു. അത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നത് കൊണ്ട് മാത്രമാ നാം ഇന്ന് നിലനിൽക്കുന്നത്. നോക്കൂ, ഔട്ടർ ലെയർ പ്രൊട്ടക്ഷൻ. ഒരു നോർമൽ വ്യക്തിക്ക് സാമ്പത്തിക ഇതുപോലുള്ള ചെറിയ വിഷയങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ഒത്തിരിയധികം വിഷമിക്കത്തില്ല. അവൻ അത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എന്നാൽ നല്ല സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എല്ലാ നിലയിലും ഭദ്രതയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ തന്റെ ജീവിതത്തിൽ
ആ ഒരു ലെയർ ഒന്ന് ദൈവം പൊളിച്ചു കളഞ്ഞ് പിശാചിന് അവസരം കൊടുത്താൽ ഒരുപക്ഷെ ഇന്ന് ഈ കാണുന്നതിൽ പലരും വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. ഞാൻ പറയുന്നത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി ചില പ്രൊട്ടക്ഷൻ വച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴിവോ നമ്മുടെ വചനധ്യാനത്തിന്റെ കൂടുതലോ പ്രാർത്ഥനയുടെ കൂടുതലോ ഒന്നുകൊണ്ടും അല്ല. ഒരുപക്ഷെ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, എന്നെ പോലെ വിശുദ്ധനാരില്ല, എന്നെ നല്ല ആളാരുമില്ല, നിലനിൽക്കുക. ഇല്ല ഇല്ല ഇല്ല. ഇയ്യോബിനെ വിശ്വസിച്ചതുപോലെ ദൈവത്തിന് നമ്മിൽ പലരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഏതെങ്കിലുമൊക്കെ വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം അതിൽ തകർന്നു പോകുമെന്ന് നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ട് എന്ത് പിശാച് പലപ്പോഴും കണ്ണിറക്കി കാണും ദൈവത്തിന് മുമ്പാകെ വന്ന് ആ വ്യക്തി എങ്കിതാ. ഇവിടെ പലരുടെ പേരുകൾ മുമ്പിൽ കാണുന്ന പ്രിയ കർത്താവിനദാസൻ ജോസ്ലിംഗ് കൈത്ത, അല്ലെങ്കിൽ മറ്റുള്ള ഷാജി ഇങ്ങടെ കൈത്ത എന്നൊക്കെ പറഞ്ഞ് പിശാച് വന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് പറയും, എന്റെ മോന്റെ മേൽ കണ്ണു വെക്കണ്ട, അത് ഞാൻ മറ്റുള്ള പ്രൊട്ടക്ഷനാ, അത് ഞാൻ പൊളിച്ചു മാറ്റിത്തരാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടിയിട്ടൊക്കെ വാദിച്ചിട്ടുണ്ടാകാം. ഞാൻ പറയുന്ന ആ ഒരു വിഷയം മനസ്സിലാക്കണമേ. നാം വീണുപോകാൻ പല മേഖലകളുണ്ട്, നാം നിരാശപ്പെട്ട പല മേഖലകളുണ്ട്, നാം വിശ്വാസത്തിൽ നിന്ന് ത്യജിച്ചു പോകാൻ സാഹചര്യം ഉണ്ടായിരുന്ന പല മേഖലകളുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നാം നിലനിൽക്കുകയാണ്. ഇയ്യോബിന് തന്റെ പുറമെയുള്ള വേലിയെ നഷ്ടപ്പെട്ടു പോയപ്പോൾ തന്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ പെട്ടെന്ന് സമയത്തിന്റെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, എന്നാൽ താൻ ദൈവത്തിന് വിരോധമായി നിന്നില്ല. ദൈവം വിശ്വസിക്കുന്ന ചിലർ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ചില പ്രതികൂലങ്ങൾ ദൈവം കൊടുക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രതികൂലം കൊടുത്താലും ഇത് കഴിഞ്ഞൊരു പുതിയ പൊന്നായി ഈ വ്യക്തി പുറത്തു വരുമെന്ന് വിശ്വാസമുള്ളത്. അല്ലാത്തവർക്കൊന്നും ചില കഷ്ടങ്ങളൊന്നും ദൈവം കൊടുക്കത്തില്ല. നോക്കണമേ, ഞാൻ ഇയ്യോബിലേക്ക് കടന്നു വരട്ടെ. ഇയ്യോബിന്റെ രണ്ടാമത്തെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. പുറമുള്ളത് കഴിഞ്ഞിട്ട് നടുവിലുള്ള പ്രൊട്ടക്ഷൻ. ആ നടുവിലുള്ള പ്രൊട്ടക്ഷൻ എടുത്ത് മാറ്റി. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, താൻ താലോലിച്ച് വളർത്തിയ തന്റെ മക്കൾ, തനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് തനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മക്കൾ, തന്റെ എല്ലാറ്റിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മക്കൾ, എല്ലാ വർഷവും ഒരുമിച്ച് ഒരു കൂട്ടായ്മ കൂടി താൻ ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, തന്റെ മക്കളെയൊക്കെ വിളിച്ച് ഒന്നിച്ച് ആരാധിക്കാറുണ്ട്, യാഗം കഴിക്കാറുണ്ട്. നോക്കൂ, മക്കൾ എത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു പിതാവ. എന്നാൽ തന്റെ കണ്ണിൻ മുൻപിൽ ചേതനയേറ്റ ശരീരമായി ഈ മക്കളെല്ലാം കിടക്കുകയാണ്. നോക്കണമേ, രണ്ടാമത്തെ ലെയർ പൊട്ടിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു കഷ്ടം നോക്കിയേ, നഷ്ടം നോക്കിയേ. താൻ ഓമനിച്ച് വളർത്തിയ, താൻ വളരെയധികം സ്നേഹിച്ച, ലാളിച്ച തന്റെ കുഞ്ഞുങ്ങളൊക്കെ തന്റെ മുമ്പിൽ ചേതനയേറ്റ് കിടക്കും. നോക്കൂ, ദൈവം പ്രൊട്ടക്ഷൻ മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും പറയാനില്ല. ദൈവമക്കളെ, നാം നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. നാം ഒന്നും പല കഷ്ടങ്ങളും സഹിക്കുവാൻ തക്ക രീതിയിൽ നാം അങ്ങോട്ട് നമുക്ക് എന്തുവാ ആ നിലയ്ക്കുള്ള ബലമില്ലാത്തത് കൊണ്ട് നമുക്ക് ചിലത് തരാത്തതാ. അല്ലാതെ നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ പരിശുദ്ധിയോ ഒന്നുകൊണ്ടുമല്ല. മറിച്ച് ദൈവമേ, പലപ്പോഴും ചിലര് ദൈവത്തെ തന്നെ ഉപേക്ഷിച്ച് പോയേക്കും എന്നുള്ള ചിന്ത വന്നതുകൊണ്ടായിരിക്കാം ചില മേഖലകളിലൂടെ കടത്തിവിടാത്തത്. ഞാൻ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്താൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തില് ഒരു വാക്യം പറയുന്നുണ്ട്. 22-ന്റെ 31-ാമത്തെ വാക്യം, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക.
ശിമോൻ പത്രോസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് കർത്താവിനറിയാം, ഇവൻ എങ്ങാനും പിശാചിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ദൈവം വന്ന് യേശു ശിമോനോട് പറയുക, നിന്നെ ഇങ്ങോട്ട് കോതമ്പ് പോലെ പാറ്റേണ്ടതിന്, അതിന്റെ അർത്ഥം നിന്നെ ഒന്ന് പരീക്ഷിക്കേണ്ടതിന്, നിനക്ക് കുറെ കഷ്ടം തരേണ്ടതിന് വന്ന് അവകാശം ചോദിക്കുക, അനുവാദം ചോദിക്കുക. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ഉടനെ ഇടയിൽ നിൽക്കുകയാ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ യേശു അപേക്ഷിച്ചത് പിതാവായ ദൈവത്തോട് തന്നെ, കർത്താവെ ഇപ്പൊ ഇവനെ കൊടുക്കരുതേ, ഇവൻ വേണം. ഇവൻ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിന് അതിനൊരു മേനാരൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഈ പത്രോസ. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ഉണർവ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവനെ കൊടുക്കാൻ പറ്റത്തില്ല, ഇവനെ വിടാൻ പറ്റത്തില്ല. നോക്കണമേ, പലർക്ക് വേണ്ടി കർത്താവ് വാദിക്കുക. പിശാച് നമുക്ക് വേണ്ടി പല സത്യാഗ്രഹങ്ങളും ദൈവത്തിന്റെ മുമ്പാകെ നടത്തിയിട്ടുണ്ടാകാം. ഇങ്ങ് തന്നേരെ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ കർത്താവ് പറയാ, നോ 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 നോ, ഞാൻ തരത്തില്ല. എന്റെ പ്രിയ ദൈവമക്കളെ, നാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാ നാം ഇന്ന് വീണു പോകാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എത്രയോ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു വീഴാനുള്ളത്. നമ്മുടെ ജീവിതം ലോകത്തിന്റെ മുഖാകെ നഗ്നമാകുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതം ലോകത്തിന്റെ മുമ്പാകെ പരിഹാസ വിഷയമാകുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ കളിവാക്കായി മാറാകുന്ന സാഹചര്യങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അവസരം കൊടുക്കാതെ ദൈവത്തിന്റെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇനി ചിലർക്കൊക്കെ ഈ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചിലർക്കൊക്കെ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികൂലങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചിലരൊക്കെ പറയും, അയ്യോ ഇതൊക്കെ അവിടെ എന്തോ പ്രശ്നമാ, പാപമാ. എന്നാൽ വചനം പറയുന്ന മറ്റൊരു സത്യമാ. എബ്രായ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. നോക്കൂ, ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ചില പ്രതികൂലങ്ങൾ ദൈവം അനുവദിച്ചു, ഡിസിപ്ലിൻ അവരുടെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എന്റെ ലൈഫിൽ പല ഡിസിപ്ലിനും ഇതുപോലെ പല മേഖലകളിലൂടെ കടത്തിവിട്ടുണ്ടായി. എന്റെ ലൈഫിൽ ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു. മാതാപിതാക്കൾ, കുടുംബത്തിൽ നിന്നുള്ള സകലരും കൈവിട്ടു. ശുശ്രൂഷ ചെയ്യുന്ന മേഖലകൾ കൈവിട്ടു. കാരണം അവരുടെ ഹൃദയത്തിലേക്ക് എന്തോ തെറ്റിദ്ധാരണകൾ വളർന്നു. എന്നാൽ ആ മേഖലകളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ദൈവം എന്നെ ഒരു പൊന്നാക്കി പുറത്തു കൊണ്ടു. എല്ലാ വിഷയങ്ങൾക്കും ഒരു പ്രതിവിധി കർത്താവ് തന്നെ വരുത്തി. ഇന്ന് എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു, എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നു. നോക്കണമേ, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില മേഖലകൾ, ഞാൻ പറഞ്ഞു ആ ജയിലിന്റെ പോലീസ് സ്റ്റേഷനിലെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ആ കടന്നു പോയത് കാരണം ആത്മീകമായ ഒരു ഉത്തേജനം എനിക്ക് കൂടുതലായി കിട്ടി. ഇപ്പോൾ എവിടെയും പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പ്രിയ കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഫുഡ് മിനിസ്ട്രി ആരംഭിച്ചു. 4 വർഷമായി അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ മേഖലയിൽ പബ്ലിക്കായിട്ട് സുവിശേഷം പറയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ആരോടും എന്തും സംസാരിക്കാൻ ഞങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നിപ്പിക്കുക. എല്ലാ ദിവസവും ആ ഹോസ്പിറ്റലിൽ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം, ഈ വരുന്ന ഒരു ഫാദറാണ്, പാസ്റ്ററാണ്, ഇവിടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. നോക്കണമേ, ആ ആളെ വന്ന് കൈവച്ചാൽ, ഇവിടുത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ
ആ ആള് വന്ന് ഫാണ്ട ചെയ്താൽ ഈ ആൾക്കാരെ സോറി ഈ ബാബമാര് ചെയ്യുന്നത് പോലുള്ള ഒരു സംഭവം ഫാണ്ട ചെയ്യുക. ആ ആള് വന്ന് കൈവച്ചാൽ ശരിയാകും. അപ്പൊ നോക്കണമേ, പല ഉപരി പലരുടെയും മുമ്പാകെ ചില ബാബയായിട്ട് അവര് കാണുന്നേ. ആയിക്കോട്ടെ, ഏത് രീതിയിലും കണ്ടോട്ടെ, എങ്ങനെയും യേശുവിന്റെ സ്നേഹം അവരുടെ അടുക്കൽ എത്തണം. അതാ ഞങ്ങളുടെ ചിന്ത. നോക്കണമേ, ഒന്നാമത് യേശുവിന്റെ കരസ്പർശം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിന് വ്യത്യാസം കടന്നു വരികയാ. ഏകദേശം ഞായറാഴ്ചകളിലും പുതിയ യേശുവിനെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് ചർച്ചിലേക്ക് വരുന്ന അനേകം എല്ലാ ആഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയപ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ കിട്ടിയ ധൈര്യമാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ചില അനുഭവങ്ങൾ പോയി പ്രാർത്ഥിക്കാനും എനിക്ക് ഒരു ധൈര്യക്കുറവില്ല. മരണ വീട്ടിൽ പോലും പോയി പ്രാർത്ഥിച്ച ചില അനുഭവം ഒരുപക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഞാനത് പറയാം. നോക്കണമേ, ദൈവം ഒരു ധൈര്യം തരുമ്പോൾ നമുക്ക് ആ ധൈര്യത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക തന്നെ. നോക്കൂ, ഈ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടേ. ഒരു വേലക്കാരിയുടെ മുമ്പാകെ, ഒരു ദാസ്യ പെണ്ണിന്റെ മുമ്പാകെ ഒന്ന് വിറങ്ങലടിച്ചൊരു പത്രോസ, എടാ നീ അവന്റെ കൂടെ ഉള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്കറിയത്തേ ഇല്ല ഈ യേശു ആരെന്ന്, എനിക്കറിയത്തേ ഇല്ല എന്ന് പറഞ്ഞ് ആണയിട്ട് പറഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ കടന്നു വന്നപ്പോൾ അവൻ 3000-ഓ 5000-ഓ എത്രയായിരം മുമ്പിൽ കടന്നു വന്നാൽ അവരുടെ മുമ്പേക്ക് ധൈര്യത്തോടെ വചനം ശുശ്രൂഷിക്കുവാൻ അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാൻ പറയട്ടെ, ഒരു സമയത്ത് മരണത്തെ ഭയപ്പെട്ടിരുന്ന പത്രോസ് തന്റെ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നത്, എന്റെ കാൽ കീഴാക്കി ക്രൂശിച്ചാട്ടെ, അല്ലെങ്കിൽ ഒരു ക്രോസ് ആയ രീതിയിൽ പത്രോസ് തന്റെ മരണത്തെ അനുഭവിക്കുവാൻ തയ്യാറെടുക്കുന്ന അനുഭവമാണ്. തന്റെ മരണത്തെക്കുറിച്ചൊക്കെ ചരിത്രം പഠിപ്പിക്കുന്ന സംഭവം അതാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നോക്കണമേ, ഒരു ദൈവം ചിലരെ ശക്തിയേറിയത് മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ ചില പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ സാഹചര്യമുണ്ട്. ഇവിടെ നോക്കൂ, ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ ആദ്യത്തെ 2 ലെയറുകൾ പൊളിച്ചപ്പോൾ ഒരുപക്ഷെ പിശാച് ചിന്തിച്ചു, ഇവൻ എന്റെ കബ്ജയിലെത്തി, എന്റെ കൈവശം എത്തിക്കഴിഞ്ഞു എന്നാ. എന്നാൽ നോക്കണമേ, താൻ ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തിന്റെ എതിരായിട്ടൊന്നും പറയുവാനിടയായില്ല. ഞാന് പല ആൾക്കാരും ശുശ്രൂഷിക്കുമ്പോ പറയാറുണ്ട് ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച്, അയ്യോ ഇത്രയും മോശപ്പെട്ട സ്ത്രീയാണെന്നൊക്കെ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും നല്ലൊരു സ്ത്രീയാ. കാരണം പ്രോപ്പർട്ടി പോയിട്ടും പുള്ളിക്കാരനെ വിട്ടിട്ട് പോയില്ല, പുള്ളി മക്കള് പോയിട്ടും ഉപേക്ഷിച്ചു പോയില്ല, കൂടെ നിൽക്കുക. അവസാനം ഒരു പക്ഷേ നമ്മുടെ സഹോദരിമാരല്ലേ ഇച്ചിരി സഹികെട്ട് വന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞതാ, എന്താ, ഒന്ന് ചത്തുകൂടെ മനുഷ്യാന്ന്. കാരണം ഈ സഹിക്കാൻ വയ്യ, ആ നിലയിൽ അവള് ഇഷ്ടത്തോളം കഷ്ടം സഹിച്ച സഹോദരിയാ. എനിക്ക് എന്തായാലും ഇയ്യോബിന്റെ വൈഫിനെ കുറിച്ച് എനിക്ക് ഒത്തിരി ബഹുമാനാ തോന്നാറുള്ളത്. ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കിയേ, ഭർത്താവിന് ഇച്ചിരി രോഗം വന്നാൽ, പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ കിടക്കയിൽ ഇച്ചിരി നേരം എത്തി ശുശ്രൂഷിക്കേണ്ടി വന്നാൽ പിന്നെ പിറുപിറുപ്പായി, പ്രശ്നമായി. എന്നാൽ ആ സഹോദരി ഒന്ന് നോക്കണേ, ഇത്രയും പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും തന്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരി. നോക്കണമേ, അവസാനം പിശാചിന് ദൈവത്തോട് പറയുക, നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ഇനി അവന്റെ 3ാമത്തെ ലെയർ കൂടെ ഒന്ന് പൊട്ടിച്ചേ. നോക്കൂ, അല്ലെങ്കിൽ അവന് ചുറ്റിലും ഉണ്ടായിരുന്ന ഫസ്റ്റ് പ്രൊട്ടക്ഷൻ അതിന് ദൈവം മാറ്റിക്കൊടുക്കുമ്പോൾ സംഭവിച്ച കാര്യം എന്തുവാ? തന്റെ ശരീരം ബാധിക്കപ്പെടുകയാണ്. തന്റെ ശരീരത്തിനകത്തേക്ക് പ്രശ്നങ്ങൾ വളരെയധികം ജീർണിക്കുന്ന അനുഭവം വരെ ആയിത്തീരുകയാണ്. നോക്കണമേ, നിങ്ങൾ എത്രത്തോളം അതിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു വ്രണം കടന്നു വന്ന് അത് അഴുകുകയോ ഒരു ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ സമീപത്തുള്ളവർക്കെല്ലാം ദുർഗന്ധം സഹിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇതിന്റെ വേദന കൊണ്ടോ ഒന്ന് ഉറങ്ങാനോ ഒന്ന് ഇരിക്കുവാനോ ഒരുപക്ഷെ പറ്റിയെന്ന് വരത്തില്ല. നോക്കണമേ, ശരീരമാസകലം വ്രണങ്ങളാൽ ശരീരത്തിന്റെ ആ പ്രശ്നത്തിൽ വലയുന്ന വേളയിലും
ഇയ്യോബ് തന്റെ ഭക്തി മുറുകെ പിടിക്കുകയാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, നാം ഈ നിലയിലൊക്കെ പ്രൊട്ടക്ഷൻ അനുഭവിക്കുവാനുള്ള കാരണം ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രത്തോളം ഒന്നും സഹിക്കാൻ നമ്മളെ കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വന്നാൽ ഒരുപക്ഷെ ഞാൻ ഈ വേദന എന്താ പറയാ ഈ വേദന സഹിച്ചു നിൽക്കത്തില്ല എന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാകാം. ഞാൻ ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒത്തിരി പിറുപിറുത്തേനെ. അതുകൊണ്ട് ദൈവം പറയുക, ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാവോ? ഇവനെ അവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോവാ. ഇനി നാളെ ഇനി ജയിലിലാവും, പോലീസ് പിടിക്കാൻ അറിയത്തില്ല, ഞാൻ തയ്യാറായില്ല. ഇപ്പൊ എല്ലാത്തിനും തയ്യാറാ. എന്നറിയാമോ? കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കേണ്ടി വന്നാൽ അതിനുള്ള പ്രതിഫലം വലുതാ. ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പലയിടങ്ങളിലും പല ശുശ്രൂഷയ്ക്കായിട്ട് കിട്ടാറുണ്ട്. പലയിടത്തും പ്രസംഗത്തിലൊക്കെ വിളിക്കാറുണ്ട്. ഒരുപക്ഷെ ഞാൻ പലയിടങ്ങളിലും ഞാൻ പോകാറുണ്ട്. എന്താണെന്നറിയാവോ? എന്റെ ഹൃദയത്തിനകത്ത് ഈ ഉദമ്പൂരെന്നുള്ള ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മുഴങ്ങുക. എവിടെയെങ്കിലും പോയാൽ എനിക്ക് വീട്ടിൽ പോയാലും, ഇപ്പൊ കേരളത്തിൽ പോയാലും 1 മാസമൊക്കെ നിൽക്കാൻ ആഗ്രഹിച്ചാ പോകുന്നേ, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കയറിപ്പോരും. കാരണം ദൈവം തന്നിരിക്കുന്ന ഈ ദേശത്തെ കുറിച്ചുള്ള ഒരു ഭാരം ഏത് മേഖലയിലേക്കും ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് ദൈവം എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷാ ഘട്ടത്തിലൂടെ, ഒരു ഡിസിപ്ലിൻ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, നിങ്ങൾ പ്രയോജനമുള്ള ആൾക്കാരാ ദൈവത്തിന്. ഏതെങ്കിലുമുള്ള പരിശോധനകൾ, പരീക്ഷകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്തിന് അടിമയായി പല പ്രാവശ്യം പല നിലകളിലേക്ക് ഓടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഈ മേഖലയിലൂടെയൊക്കെ നിങ്ങളെ കടത്തിവിട്ട് ഒരു പൊന്നാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രശ്നം, എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രതികൂലം, എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രതികൂലം എന്റെ കുറ്റം കൊണ്ടാണ്, എന്റെ പ്രശ്നം കൊണ്ടാണ്, ഞാൻ ചെയ്ത പ്രശ്നമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കണമേ. പിശാചിന് ഇടം കൊടുക്കരുതേ. പിശാച് ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്ക, ഞാൻ കടന്നു പോകുന്ന മേഖലയിലൂടെ എന്നെ കടത്തിവിട്ട് പുതിയൊരു വ്യക്തിയാക്കുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ ചുറ്റിലും നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ആരൊക്കെ തയ്യാറെടുക്കും? നോക്കണമേ, പത്രോസിന് പ്രതികൂലം സഹിക്കുവാനുള്ള കഴിവ് ദൈവം അവന് വേണ്ടി ഇടവിൽ നിന്നു. എന്നാൽ ഇയ്യോബ് പ്രതിസന്ധികൾ, പരീക്ഷകൾ സഹിക്കുവാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് അത് അനുവദിച്ചു കൊടുക്കുന്നു. ആരാണ് ഇയ്യോബിനെ പോലുള്ള വ്യക്തികൾ ഇവിടെ? ആരാണ് പത്രോസിനെ പോലുള്ള വ്യക്തികൾ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസേ, നീ ഇതുവരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ ജീവിതത്തിലെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, നിന്റെ ജീവിതത്തിലെ കഴിവ് കൊണ്ടൊന്നുമല്ല, മറിച്ച് കർത്താവ് ഇടയ്ക്ക് ഇടയിൽ നിന്ന് പറയുക, ഞാൻ ഇപ്പോൾ പ്രാഗൽഭ്യമായിട്ടില്ല, ഈ പ്രതികൂലം സഹിക്കുവാനുള്ള ശക്തി ഇവനില്ല, അതുകൊണ്ട് മാറിപ്പോയേ. എന്നാൽ ചിലരെയൊക്കെ നോക്കി കർത്താവ് പറയും, ഓക്കെ, ആയിക്കോട്ടെ, ഇത്രയും പ്രശ്നം ഞാൻ കൊടുത്താലും ഇത് ഓടത്തില്ല, ഇത് നിലനിൽക്കും, ഇത് പ്രയോജനപ്പെടും. നമ്മുടെ ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനെ കുറിച്ച് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാക്കണമേ. നിനക്ക് ചുറ്റും, നിന്റെ ഭവനത്തിന് ചുറ്റിലും, നിന്റെ വസ്തുവകൾക്ക് ചുറ്റിലും മൊത്തമായൊരു വേലി കർത്താവ് കെട്ടിയിട്ടുള്ളത് കൊണ്ടാ നീ ഇന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു മനസ്സിലാക്കിയേ. കർത്താവേ, യെസ് ലോർഡ്, ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. എന്റെ മിടുക്കല്ല ഞാൻ ഇതുവരെ നിന്നത്, എന്റെ അച്ചീവ്മെന്റ്സ് എന്റെ മിടുക്കല്ല. ഈ ദിവസം ഒരു കാര്യം അവൻ തിരിച്ചറിയേണ്ടി, എല്ലാ വശങ്ങളെയും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കർത്താവ്. ഞാൻ ഇവിടെ എന്റെ മെസ്സേജ് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. സമയം മുന്നോട്ട് കടന്നു പോവുകയാണല്ലോ. ദൈവമക്കളെ, നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി
താൻ അനുഭവിച്ച, താൻ നേരിട്ട ആ കഷ്ടതയിലും അല്ലെങ്കിൽ ആ കഷ്ടത അനുഭവിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരായി തീരുക എന്നതല്ല. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ ആണ് എന്നുള്ള വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. പലരും കഷ്ടം അനുഭവിക്കുവാൻ എന്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതും ഈ രാത്രിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലേയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഇന്ന് ഒന്ന് മനസ്സിലാക്കിയ 3 ലെയറ്. അതെ, എന്റെ പ്രോപ്പർട്ടി ഇന്ന് എനിക്കുണ്ടെങ്കിൽ, എന്റെ സമ്പത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിലും ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ തന്നെ ഈ ദിവസങ്ങളിൽ ഞാനത് വിനിയോഗിക്കണം. അത് ഞാൻ എപ്പോഴും സമ്പത്ത് കൂട്ടുന്ന വ്യക്തിയായിട്ടല്ല, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനായി ഞാൻ ആ സമ്പത്തിനെയും വിനിയോഗപ്പെടുത്തണം. നോക്കൂ, 2ാമത്തെ ലെയറിലേക്ക് കടന്നു വന്നാൽ, ദൈവം തന്ന മക്കളെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്യുന്നതിലുപരിയായി ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കിയേ, ആ ലെയർ സുരക്ഷിതമായിരിക്കും. എന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രോപ്പർട്ടി വീണ്ടും സുരക്ഷിതമാകണമോ? ഒരൊറ്റ കാര്യം, നാം അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. നമ്മുടെ മക്കൾ സുരക്ഷിതരാകണമോ? അതിന് ഒറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ മക്കളെ പ്രയോജനപ്പെടുത്തണം. 1ാമത്തെ ലെയർ, ഞാൻ സുരക്ഷിതനാകണമോ? എന്റെ ജീവിതം ദൈവരാജ്യത്തിന് വേണ്ടി ആയിത്തീരണം. നോക്കണമേ, ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ലെയറുകൾ പൊളിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നിങ്ങൾ സുരക്ഷിതത്വം വീണ്ടും അനുഭവിച്ച് മുന്നേറണമെങ്കിൽ ദൈവരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തേ. പത്രോസേ, നീ ഒന്ന് ബലപ്പെടേണ്ടിയിരിക്കുന്നു. പത്രോസേ, നീ ഒന്ന് ശക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വലിയ പ്രതികൂലം കടന്നു വന്നാലും നിലനിൽക്കുന്ന അനുഭവത്തിലേക്ക് നീ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. കർത്താവിന് പത്രോസിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത അതാണ്. ഞാനിവിടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റിലുമുള്ള വേലികൾ, ഒന്ന് എനിക്ക് ചുറ്റും, മറ്റൊന്ന് എന്റെ കുടുംബത്തിന് ചുറ്റും, 3ാമത് എന്റെ വസ്തുവകൾക്ക് ചുറ്റിലുമുള്ള വേലി. എന്റെ യേശുവേ, ഈ വരും ദിവസങ്ങളിൽ നിന്റെ പ്രൊട്ടക്ഷനുകളെ മനസ്സിലാക്കി ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നുകൂടി കാൽ വയ്ക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നുകൂടി നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്ത് മുന്നേറുവാൻ എന്നെ സഹായിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമോനെ, ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാചിനോട് അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പോയിപ്പോകുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് പിശാചിന് വിട്ടുകൊടുത്തില്ല. നമ്മൾ ഓരോരുത്തരുടെയും പേരുകൾ എടുത്ത് കർത്താവ് ചോദിക്കുകയാണ്. ഹലോ, നീ വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വരുന്ന നാളുകളിൽ നമ്മുടെ ദൈവം തന്നിട്ടുള്ള ലേയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ് മനസ്സിലാക്കി കൂടുതൽ ശക്തി ആർജിക്കുവാൻ, കൂടുതൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള വാക്കുകളോടുകൂടെ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ